ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കലശമല എക്കോ ടൂറിസത്തിൻ്റെ അടുത്താണ് കേട്ടോ. അത് നമ്മുടെ കുന്നംകുളത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നരിമടം കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളി സീനറിയാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ മഴയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എൻട്രി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ടുകളാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ വരുന്ന ഫാമിലികളുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പാർക്ക് ഇവിടെ ആക്റ്റീവാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ 9:30 ടു വൈകുന്നേരം 6 മണി വരെയാണ് ഇതിൻ്റെയൊക്കെ സമയം വരുന്നത്. 15 രൂപയാണ് കേട്ടോ നമുക്ക് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ മെയിൻ സ്പോട്ടിക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നരിമട അതിൻ്റെ അടുത്തെത്താറായി. ജസ്റ്റ് നമുക്ക് ഇത്തരം നരിമടകൾ നമ്മുടെ കേരളത്തിൽ അധികമൊന്നുമില്ല, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ടുനോക്കാം. 2 വഴിയായിട്ട് കാണാം. ഒന്നിത്. ഈ വഴിയാണ് കേട്ടോ നമുക്ക് നരിമടയ്ക്കുള്ള വഴി വരുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു ഏരിയ മാത്രമാണ് കേട്ടോ. ഈ വെക്കേഷൻ ടൈമിൽ അതുപോലെ ഇയർ എൻഡ് സമയത്തൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മടറുള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ തന്നെ നല്ല പക്ക അടിപൊളി സീനറിയാണ് ഇവിടെ വരുന്നത്. നമുക്കിത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരാനുള്ളൊരു ഭംഗി എന്നാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ പ്രൈസ് കാണിച്ചാലൊക്കെ കുറവ് തന്നെയാണ്. 15 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ 9:30 ടു വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് ഇവിടുത്തെ സമയം വരുന്നത് കേട്ടോ, എൻട്രി ടൈം വരുന്നത്. പിന്നെ ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ മിഡ്നൈറ്റ് വരേക്ക് മാക്സിമം നിൽക്കാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് പെരുമ്പിലാവ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. നമുക്കതിൽ ഈ മാപ്പിൽ നമുക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് ഈ ഒരു കുന്ന് വരുന്നത്. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ളിൽ കയറി വരുമ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാവും. എന്നാലും ചോദിച്ചറിഞ്ഞിട്ടോ അല്ലെങ്കിൽ തന്നെ മാപ്പ് വഴിയോ നമുക്ക് കറക്റ്റ് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ദിവസമാണ് വന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ ഭാഗങ്ങളിലായിട്ട് ആൾക്കാരൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ഒരു ടീമുണ്ട് ഇവിടെ. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ അതിനൊക്കെ കർശനമായ നടപടികളൊക്കെ ഉണ്ട്. 5000 രൂപ വരെ പിഴയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വരുന്നവർ പരമാവധി പരിസരം മറ്റും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുക. ഫാമിലീസൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കുക.
നമ്മൾ അവിടെ നിന്ന് കണ്ട ഗുഹയുടെ ഉള്ളിൽ കൂടെയുള്ള എൻട്രി ആണ് കേട്ടോ. നമ്മൾ അവിടെയാണ് നമ്മൾ ആ ഗുഹയുടെ പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ആ ഉള്ളിൽ കൂടെ ഇപ്പോൾ മണ്ണ് വന്ന് അടിഞ്ഞിറക്കുകയാണ്. നമ്മൾ ഉള്ളിൽ കൂടെ വരികയാണെന്ന് വെച്ചാൽ നേരെ ഈ ഭാഗത്തേക്കാണ് എത്തുക, ഈ ഒരു പോർഷനിലേക്കാണ് എത്തുക. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെയാണ് പുറത്തേക്കുള്ള ഭാഗം വരുന്നത്. ഇത് നമ്മുടെ നരിമടയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും